അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ സന്തോഷകരമായ വളരെയേറെ ആശ്വാസകരമായ വാർത്തകളൊക്കെയാണ് നിലവിൽ മാധ്യമങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇനി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കില്ല എന്നുള്ള വളരെയേറെ സുപ്രധാനമായ നിർണായകമായ വാർത്തകളാണ് മാധ്യമങ്ങളിലേക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാന്തപുരം AP ഉസ്താദിന്റെ ഇടപെടൽ മൂലം യമനിലെ സൂഫി പണ്ഡിതന്മാർ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബവുമായി നടത്തിയിട്ടുള്ള ചർച്ചകൾ വിജയം കണ്ടെത്തിയിരിക്കുന്നു. ചർച്ചകൾക്ക് അവസാനം കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ സമ്മതിച്ചിരിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദ് ചെയ്യുന്നതിന് കുടുംബം സമ്മതം അറിയിച്ചിരിക്കുന്നു എന്നുള്ള വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ ഒരു വാർത്ത നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷകരമാണ്, ആശ്വാസകരമാണ്, സമാധാനകരമാണ്. കാരണം നമുക്കറിയാലോ, ആ സഹോദരി ഇത്രയും ദിവസം, അടുത്ത ദിവസം അതല്ലെങ്കിൽ ഏത് നിമിഷവും തൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയേക്കാം എന്നുള്ള ആ ഒരു ഭീതിയിൽ മരണവും മുന്നിൽ കണ്ടുകൊണ്ട് വളരെയേറെ വേദനയോടുകൂടെ ദിനങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെയേറെ ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. അതോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ അമ്മ നമ്മളൊക്കെ പലപ്പോഴും കണ്ടതാണ്, മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പൊട്ടിക്കരയുന്ന, കൈകൂപ്പി എൻ്റെ ജീവൻ വേണമെങ്കിൽ എൻ്റെ മകളുടെ ജീവന് പകരമായി നിങ്ങൾ എടുത്തോളൂ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മകളുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് താൻ കാണേണ്ടി വരരുത്, തൻ്റെ മകളുടെ മരണവാർത്ത താൻ കേൾക്കേണ്ടി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന, മാപ്പ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന നിമിഷപ്രിയയുടെ ആ അമ്മയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കണ്ടതാണ്, കേട്ടതാണ്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത വളരെയേറെ ആശ്വാസകരമായിരിക്കും. അതുപോലെ തന്നെ നിമിഷപ്രിയയെ കാത്തു നിൽക്കുന്ന നിമിഷപ്രിയയുടെ മകളെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വളരെയേറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അതിനൊക്കെ പുറമെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വാർത്ത, അതുപോലെ നിമിഷപ്രിയ രക്ഷപ്പെടണം, അവരുടെ വധശിക്ഷ റദ്ദ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും വളരെയേറെ ആശ്വാസകരമാണ്, സന്തോഷകരമാണ് ഈ ഒരു വാർത്ത. നമുക്കറിയാം, കഴിഞ്ഞ 16-ാം തീയതി ആയിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടിയിരുന്നത്. ആ സമയത്താണ് അതിൻ്റെ അവസാന നിമിഷം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ മൂലം കഴിഞ്ഞ 15-ാം തീയതിയാണ് നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കാണുന്നത്. അതുവരെ ആ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള ആ ഒരു വാർത്തകൾ കേട്ടിരുന്ന നമ്മുടെ മുമ്പിലേക്ക് വധശിക്ഷ റദ്ദ് ചെയ്തു എന്നുള്ളൊരു വാർത്ത, കാന്തപുരത്തിന്റെ ഇടപെടൽ മൂലം വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമ്മളൊക്കെ കേൾക്കുന്നു. അപ്പോൾ തന്നെ വലിയൊരു ആശ്വാസമായതാണ്. ഏതായാലും ചർച്ചകൾ പോസിറ്റീവായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനത്തിൽ തന്നെയായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ, ചില ചർച്ചകൾ നമുക്കൊക്കെ അറിയാം. ആ 15-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത് വരെ പൊതുവെ നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയിലും പല മാധ്യമങ്ങളിലും പല ആളുകളും പങ്കുവച്ചിരുന്നത്, അല്ലെങ്കിൽ പലരും പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ആരും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു. അബ്ദുറഹീമിന് വേണ്ടി ഇടപെട്ടിരുന്നവരൊക്കെ എന്തുകൊണ്ട് നിമിഷപ്രിയയുടെ വിഷയത്തിൽ അവരാരും ഇടപെടുന്നില്ല, എന്തേ ആ സഹോദരിയുടെ മോചനത്തിന് വേണ്ടി ആരും ശ്രമിക്കാത്തത് എന്നൊക്കെയായിരുന്നു പലരും പല നിലക്കും പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷെ അന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ അങ്ങ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ പിന്നെ നേരെ തിരിച്ചായി പലരുടെയും പ്രതികരണം. അവർ ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാണ്, അവർ വധശിക്ഷയ്ക്ക് അർഹർ തന്നെയാണ്, അവരുടെ വധശിക്ഷ നടപ്പിലാക്കണം, എന്തിനാണ് അവരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നായി പിന്നെ ചിലരുടെയൊക്കെ ഭാഷ്യം നമ്മൾ കണ്ടതാണ്. പലരും ഈ തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ചെന്നുകൊണ്ട് താങ്കളുടെ സഹോദരന്റെ രക്തം വിറ്റ് ജീവിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ വളരെ മോശമായ കമന്റുകൾ. ആ കുടുംബം അവർ അന്യായപ്പെട്ട് വരുമ്പോൾ, അവർ ഒന്ന് മാപ്പ് നൽകാൻ തയ്യാറായി വരുമ്പോൾ ആ കുടുംബത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നടന്നത് നമ്മളൊക്കെ അറിഞ്ഞതാണ്, കണ്ടതാണ്. ഏതായാലും ആ ശ്രമങ്ങൾക്കൊന്നും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിലവിലെ ഈ വരുന്ന വാർത്തകളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ ഇതൊരു പണ്ഡിതന്റെ ഇടപെടൽ മൂലം സംഭവിച്ചത് കൊണ്ട് പലർക്കും അതിനെ അംഗീകരിക്കാനും വലിയൊരു പ്രയാസം നമ്മൾ അന്ന് കണ്ടതാണ്. കേന്ദ്ര സർക്കാർ പോലും പലപ്പോഴും അങ്ങനൊരു ഇടപെടൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഞങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോഴും അവർക്കൊന്നും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന്റെ ഔദ്യോഗികമായ രേഖ കാണിക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോഴും ആ ഒരു അറിയിപ്പ് നമ്മെ കാണിച്ചത് ഈ കാന്തപുരത്തിന്റെ ഓഫീസ് വഴിയാണ്, അവരാണ്. അപ്പോൾ അതൊന്നും
സംഭവം വ്യക്തമാണ്. ഇടപെട്ടിട്ടുള്ളത് കാന്തപുരത്തിൻ്റെ ആളുകൾ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും ഒരു മനുഷ്യജീവന് വേണ്ടി ഒരാൾ അതിനു വേണ്ടി ഇടപെടുന്നത് കാണുമ്പോൾ നമ്മളത് അംഗീകരിക്കുക, അയാൾ ആ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ ആ ഒരു സഹോദരിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം മോശമായ ഒരു കാര്യമാണ്. ഒരാൾ രക്ഷപ്പെടട്ടെ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഒരാളെ നമ്മളായിട്ട് എന്ത് ചെയ്യണ്ടല്ലോ, ഒരാളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, രക്ഷിക്കാനൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ കുടുംബത്തിൻ്റെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ചെന്നുകൊണ്ട് അവരെ പ്രകോപിപ്പിച്ച് നിങ്ങൾ വധശിക്ഷ നടപ്പിലാക്കണം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം കഠിന ഹൃദയരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രവണതയാണ്. ഏതായാലും അൽഹംദുലില്ലാ, നിലവിൽ വളരെ ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതിനർത്ഥം ആ സഹോദരി തെറ്റ് ചെയ്തിട്ടില്ല എന്നോ, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ പറയപ്പെടുന്നത് പോലെ ആ സഹോദരി കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സംഭവം പോലെയൊക്കെ തന്നെയാണെങ്കിൽ നൂറിലധികം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലേക്ക് ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്ന ആ സംഭവങ്ങൾ അതങ്ങനെ തന്നെയാണെങ്കിൽ അതിനൊരിക്കലും ന്യായീകരിക്കാനൊന്നും ആരും പോവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തെറ്റ് തന്നെയാണ്, തെറ്റൊരിക്കലും തെറ്റല്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. തെറ്റ് തന്നെയാണ്, അതിന് അവിടുത്തെ ശിക്ഷയും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ശിക്ഷയിൽ ഇങ്ങനൊരു വകുപ്പ് കൂടിയുണ്ട്. കുടുംബം മാപ്പ് നൽകുന്നുവെങ്കിൽ വധശിക്ഷ റദ്ദ് ചെയ്യാൻ കഴിയും. കുടുംബം മാപ്പ് നൽകുന്നുവെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പ്രശ്നമില്ല എങ്കിൽ പിന്നെ അവിടുത്തെ ഭരണകൂടത്തിന് വധശിക്ഷ നടപ്പിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് നമ്മുടെ പണ്ഡിതന്മാരും മറ്റുമൊക്കെ ആ ഒരു വിഷയത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. മാപ്പ് നൽകാമല്ല, അത് തന്നെയാണല്ലോ ചെയ്യേണ്ടത്. ഒരാൾക്ക് തെറ്റ് പറ്റി, അത് അതിക്രൂരമായ തെറ്റാണ് എങ്കിലും മാപ്പ് നൽകുക, അങ്ങനെയാണല്ലോ. മാപ്പ് നൽകാൻ പാടില്ല എന്ന് എവിടെയും പറയുന്നില്ലല്ലോ. നമ്മൾ ഇസ്ലാമിൽ സംഭവം കൊലപാതകത്തിന് തിരിച്ച് വധശിക്ഷ തന്നെയാണ് ശരീഅത്ത് നിയമമെങ്കിലും അതിൻ്റെ ബാക്കി ശരീഅത്ത് നിയമത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഖുർആനിലെ ആയത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, മാപ്പ് നൽകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവരെ വെറുതെ വിടണം. മാപ്പ് നൽകൂ എന്നാണ് ഇസ്ലാം എപ്പോഴും പറയുന്ന കാര്യം. നമ്മൾ എത്രയോ പഠിച്ചിട്ടുണ്ട്. 100 ആളുകളെ കൊലപ്പെടുത്തിയ വ്യക്തിക്ക് മാപ്പ് നൽകിയ കഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അയാൾ പിന്നീട് നല്ല മനുഷ്യനായ കഥയും അയാൾ സ്വർഗാവകാശിയായ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിൽ അയാൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ, ചെയ്ത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. നമ്മൾ എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പകവരുത്തിയ വഹ്ശിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് നൽകിയ കഥ അല്ലേ. ഹംസ റളിയല്ലാഹുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്? ഉഹദ് യുദ്ധത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിവിലൂടെ കൊലപ്പെടുത്തി, നെഞ്ച് പുലർത്തി, അവിടുത്തെ കരളൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട്, എന്തൊക്കെ ആ ഒരു ക്രൂരത, എത്രമാത്രം വലിയ ക്രൂരതയായിരുന്നു. എന്നിട്ടും ആ കൊലപാതകം നടത്തിയ വഹ്ശിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകിയത് ഹംസ റളിയല്ലാഹു അൻഹു നബിയുടെ താങ്ങും തളലും ആയിരുന്നു എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അങ്ങനെയൊക്കെയുള്ള ഹംസ റളിയല്ലാഹു അൻഹു ഇല്ലാതാക്കിയ വഹ്ശിക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്ത കഥ, ആ ചരിത്രം ഹദീസ് നമ്മൾ പഠിക്കുന്നവരാണ്. അതുപോലെ തന്നെ എത്രയോ സംഭവങ്ങൾ അത്തരത്തിൽ കാണാൻ വേണ്ടി കഴിയുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സ്വന്തം ഉപ്പയെ കൊലപ്പെടുത്തിയ ഒരാൾക്ക് മക്കള് മാപ്പ് നൽകി, അവസാന സമയത്ത് മക്കള് മാപ്പ് നൽകിയ ഒരു സംഭവമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമില് കൊലയ്ക്ക് കൊല എന്ന് പറയുമ്പോൾ അത് അത്തരത്തിൽ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്, കൊലപാതകം നടത്താതിരിക്കാൻ വേണ്ടിയാണ്. ഒരാളെ കൊലപ്പെടുത്തിയാൽ തന്നെയും കൊലപ്പെടുത്തുമെന്ന് തനിക്കറിയുമ്പോൾ പിന്നെ താൻ ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താനോ ഉപദ്രവിക്കാനോ പോവില്ല. അതാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ കൊന്ന ആളങ്ങോട്ട് അയാളോടുള്ള ദേഷ്യം അങ്ങോട്ട് തീർക്കുക, അയാളെ കൊലപ്പെടുത്തി തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകണം, നാട്ടിൽ സമാധാനം ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഇസ്ലാമിക ശരീഅത്ത് പറയുന്നത്. തെറ്റുകൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ജീവിതത്തിൽ ജീവനിൽ വലിയ കൊതിയുണ്ടാകും. അതുകൊണ്ട് തന്നെ താൻ ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, കൊലപ്പെടുത്തി കഴിഞ്ഞാൽ തൻ്റെ തല പോകുമെന്ന് മനസ്സിലായാൽ പിന്നെ അയാൾ ആ പരിപാടിക്ക് നിൽക്കില്ലല്ലോ. അതാണ് ശരീഅത്ത് നിയമത്തിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ എങ്ങനെ അബദ്ധത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം? മാപ്പ് നൽകണം. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിയമം കൂടി അവിടെയുള്ളത്. കൊലയ്ക്ക് കൊല തന്നെയാണ്, പക്ഷേ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാം? നിരുപാധികം അവരെ വേണമെങ്കിൽ വെറുതെ വിടാം, അതല്ലെങ്കിൽ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് വെറുതെ വിടാം എന്നുള്ള ശരീഅത്ത് നിയമമുള്ളത്. ഇവിടെ നിമിഷപ്രിയയുടെ വിഷയത്തിൽ നിലവിൽ വധശിക്ഷ റദ്ദ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. നിലവിൽ വധശിക്ഷ റദ്ദ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി കുടുംബത്തിന് ദിയാദനം നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും മറ്റുമൊക്കെ, അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള നിമിഷപ്രിയയുടെ ശിക്ഷ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ
അത് ചിലപ്പോൾ ജീവപര്യന്തം ചിലപ്പോൾ അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് പിന്നെ ഓരോ നാട്ടിലും ഓരോ നിയമങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവുമല്ലോ. നിയമങ്ങൾ ചിലപ്പോൾ പലപ്പോഴും മാറ്റാൻ പറ്റിക്കോണം എന്നൊന്നുമില്ല. ഇപ്പോൾ അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ തന്നെ കുടുംബ മാപ്പ് നൽകിയിട്ട് ഇപ്പോൾ 20 വർഷം എന്നുള്ള ആ ഒരു ശിക്ഷാ കാലാവധി അത് കഴിഞ്ഞാലേ ജയിൽ മോചിതനാകാൻ കഴിയൂ എന്ന് നമ്മളൊക്കെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അപ്രകാരം എന്തെങ്കിലുമൊക്കെ ശിക്ഷയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടപ്പിലാകുമായിരിക്കും, അറിയില്ല. ഏതായാലും സഹോദരി രക്ഷപ്പെടട്ടെ. അവർക്ക് തെറ്റ് സംഭവിച്ചു, അവർ മാപ്പ് പറയുന്നു എങ്കിൽ പിന്നെ നമ്മൾ അതാണ് അംഗീകരിക്കേണ്ടത്. അവർ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ. അതുപോലെ കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദി, അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. ഞാൻ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരല്ലേ, അള്ളാഹു പുറത്തു നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സമാധാനവും ക്ഷമയും ഒക്കെ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.